നമസ്കാരം, കേസ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ജില്ലയിലെ ഏക സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയായ വണ്ടാനം ആശുപത്രിയുടെ വർദ്ധിച്ചു വരുന്ന പോരായ്മകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ജാഗ്രതാ സമിതി ആരോഗ്യമന്ത്രി വീണ ജോർജിന് നിവേദനം നൽകി. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമല്ല. റേഡിയോളജി വിഭാഗത്തിൽ ആവശ്യമായ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്കാനിങ്ങുകൾ മുടങ്ങുകയും റിസൾട്ട് വൈകുകയും ചെയ്യുന്നു. കാഷ്വാലിറ്റിയിൽ പോലും ആവശ്യത്തിന് ICU ബെഡുകളില്ല. റേഡിയോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, ന്യൂറോ സർജറി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനമാണ് നൽകിയത്. AI-യുടെ അപകടങ്ങളെക്കുറിച്ച് ജെയിംസ് കാമറൂണിന്റെ മുന്നറിയിപ്പ്. ലോകത്തെ വിസ്മയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ അദ്ദേഹത്തിന് തന്നെ ടെർമിനേറ്റർ ഭീഷണി യാഥാർത്ഥ്യമാകുമോ? ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂണിന്റെ ടെർമിനേറ്റർ യാഥാർത്ഥ്യമാവുകയാണോ? ടെർമിനേറ്റർ എന്ന സിനിമയെക്കുറിച്ച് കേൾക്കാത്തവരുണ്ടാകില്ല. 1984 പുറത്തിറങ്ങിയ ഈ സിനിമ മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചില ഭയാനകമായ സാധ്യതകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയെ മറികടന്ന് സ്വയംഭരണം നേടുന്ന സ്കൈനെറ്റ് എന്ന കമ്പ്യൂട്ടർ സംവിധാനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ച് മനുഷ്യരാശിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അന്നൊരു സയൻസ് ഫിക്ഷൻ എന്ന നിലയിൽ കണ്ട ഈ സിനിമയിലെ പല കാര്യങ്ങളും ഇന്ന് യഥാർത്ഥത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അടുത്തിടെ റോളിംഗ് സ്റ്റോൺ എന്ന അമേരിക്കൻ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജെയിംസ് കാമറൂൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള തന്റെ ആശങ്കകൾ പങ്കുവയ്ക്കുകയുണ്ടായി. ആധുനിക ആയുധ സംവിധാനങ്ങളുമായി AI യോജിപ്പിച്ചാൽ ടെർമിനേറ്റർ സിനിമയിൽ കണ്ടതുപോലെയുള്ള ഒരു ഭീകരമായ ഭാവി യാഥാർത്ഥ്യമാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ന് സാങ്കേതിക വിദ്യ അതിവേഗം വളരുകയാണ്. താൻ സങ്കല്പിച്ച പല കാര്യങ്ങളും യഥാർത്ഥത്തിലെ സാങ്കേതിക വിദ്യകൾ മറികടന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് യുദ്ധരംഗത്തെ തീരുമാനങ്ങൾ അതിവേഗം എടുക്കേണ്ടി വരുന്നു. ഈ വേഗത കൈകാര്യം ചെയ്യാനും വിവരങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാനും സൂപ്പർ ഇന്റലിജൻസ് ഉള്ള ഒരു AI ആവശ്യമായി വന്നേക്കാം. പക്ഷേ മനുഷ്യർ എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു AI-യുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നത് എത്രയോളം സുരക്ഷിതമാണെന്ന് കാമറൂൺ ചോദിക്കുന്നു. എറണാകുളം പെരുമ്പാവൂർ മുടിക്കലിൽ പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. മാമ്പള്ളി പ്ലൈവുഡ് എന്ന കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. പെരുമ്പാവൂരിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഡ്രയറിൽ ലീക്ക് ഉണ്ടായിരുന്നതിനെ തുടർന്നാണ് തീ പടർന്നതെന്നാണ് നിഗമനം. തീ പിടിക്കുമ്പോൾ കമ്പനിയിൽ ജീവനക്കാരുണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് മാറിയതിനാൽ അപകടം ഒഴിവായി. രാത്രി 7:30യോടെയായിരുന്നു സംഭവം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് സജീവമായി പരിഗണിക്കുന്നു. ആലുവ മെട്രോ സ്റ്റേഷന് തൊട്ടു ചേർന്നാണ് പെരിയാർ. ഇവിടെ ബോട്ട് ടെർമിനൽ നിർമ്മിച്ച് പെരിയാറിലൂടെ 4 കിലോമീറ്റർ പോയാൽ വിമാനത്താവളത്തിന്റെ പുറകിലോടൊഴുകുന്ന ചെങ്ങൽ തോട്ടിലെത്തും. തോട്ടിലൂടെ 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വിമാനത്താവളത്തിന്റെ പിൻവശത്ത് റൺവേക്കരികിലെത്താം. ഇതല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ വടക്കേ അതിരിന് അധികം ദൂരെയല്ല പെരിയാർ ഒഴുകുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സാധ്യതയാവും പരിഗണിക്കുക. കേരളത്തിൽ നിന്നുള്ള 6 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ നിന്നുള്ള 6 പാർട്ടികളടക്കം അംഗീകാരമില്ലാത്ത 334 രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് നടപടിയെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വളരെയധികം ആശങ്ക ഉളവാക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് കേസ് ന്യൂസിന് നിങ്ങളോട് പറയാനുള്ളത്. 7 മാസത്തിനിടെ മുങ്ങി മരിച്ചത് 501 പേർ, കൂടുതലും യുവാക്കൾ. അതിസാഹസികതയും ശ്രദ്ധക്കുറവും വിനയാക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂലൈ 26 വരെയുള്ള അഗ്നിരക്ഷാസേനയുടെ കണക്കാണിത്. വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അപകടത്തിൽപ്പെടുന്നവരിൽ കൂടുതൽ. അതിസാഹസികതയും ഒഴുക്കിന്റെ ശക്തി അറിയാതെ തോട്ടിലും പുഴകളിലും ഇറങ്ങുന്നതുമാണ് പലർക്കും മരണക്കെണി ഒരുക്കുന്നത്. ലഹരി ഉപയോഗിച്ച് ജലാശയത്തിൽ ഇറങ്ങുന്നതും ജീവൻ നഷ്ടപ്പെടുത്തുന്നു. മതിയായ സുരക്ഷയും കരുത്തുമില്ലാതെ വെള്ളത്തിൽ വീണവരെ രക്ഷിക്കാനിറങ്ങി അപകടത്തിൽപ്പെട്ടവരുമുണ്ട്. 2024 സംസ്ഥാനത്താകെ 917 മുങ്ങിമരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന ബസ്സാണ് കത്തിയത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. പുക ഉയർന്ന ഉടനെ തന്നെ ആളുകളെ ഒഴിപ്പിച്ചതിനാൽ ആർക്കും പരിക്കില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.